കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. അകമല ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ വായനാ ദിനം ആഘോഷിച്ചു. പ്രാർത്ഥനാ ഗാനത്തോടെ പരിപാടികൾ ആരംഭിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ ഷാജു നെല്ലായി മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ ചെയർമാൻ പി.എൻ. രാജൻ, അസോസിയേറ്റ് സെക്രട്ടറി പി.എൻ. ഗോകുലൻ, സ്കൂൾ പ്രിൻസിപ്പാൾ സിന്ധു ശിവദാസ്, വൈസ് പ്രിൻസിപ്പാൾ ബിന്ദു എം.പി. എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സ്കൂൾ വിദ്യാർത്ഥിനി സജ്ജന പി. വായനാ ദിനത്തോടനുബന്ധിച്ച് പുസ്തക അവലോകനം നടത്തി. ഡോക്ടർ ഷാജു നെല്ലായി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് നൽകി അദ്ദേഹം സംസാരിച്ചു. പ്രകൃതിയെ അറിഞ്ഞു പഠിക്കാൻ കുട്ടികൾക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം പ്രചോദനം നൽകി. കിട്ടിയിട്ടുള്ള അനുഭവത്തിൻ്റെയും നമ്മളുടെ ചിന്തയുടെയും ഭാഗമായി അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ വായനയുടെ ശീലങ്ങളാണ്. കാരണം നമ്മൾ എന്തും ഒരേപോലുള്ള കണ്ടന്റോ കൃതികളോ ആയിരിക്കില്ല വായിക്കുന്നത്. നമ്മളൊരു SSLC അല്ലെങ്കിൽ 10th ഡിഗ്രിയിൽ വായിക്കുന്ന പുസ്തകങ്ങളായിരിക്കില്ല +2 ഡിഗ്രിയിൽ വരും. കൂടുതൽ പ്രായമാകുമ്പോൾ നമ്മൾ വായനയുടെ വിപുലമായ മേഖലകളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അത് സ്വാഭാവികമാണ്. നമ്മൾ എന്നും ഒരേ സംഗതികളെ വായിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മാനസികമായി വളർന്നിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. അങ്ങനെ സംഭവിക്കില്ല. വായനയുടെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് 10ാം ക്ലാസ്സിലെ കുട്ടികൾ നാടകം അവതരിപ്പിച്ചു. മനുഷ്യന്റെ വ്യക്തിത്വ വികസനത്തിന് അനിവാര്യമായ ഒരു ശീലമാണ്. നന്നായി വായിച്ചിട്ടോ. അടുത്ത വരാം. അഖിൽ, ഇങ്ങോട്ട് വരൂ. അത് അടുത്ത ഭാഗം വായിക്കും. എന്തായാലും ഇത് ഒന്നും വായിക്കാൻ പറ്റുന്നില്ല അല്ലേ? അഖിലേ, ദിവസവും ഇങ്ങനെ മണിക്കൂറുകൾ ഫോണിൽ കുത്തി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുക. വായന ഒരു കഴിവാണ്, അത് പരിശീലിക്കുക തന്നെ വേണം. നീ മാത്രമല്ല, എനിക്കും ചെറുപ്പത്തിൽ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതാണ് പ്രശ്നം. ദിവസവും 10 മിനിറ്റ് വായിച്ചാൽ മതി. സമയം കുറച്ചുകൂടെ ഇതുവരെ ഉണ്ടായത് പോട്ടെ. നാളെ തൊട്ട് എല്ലാ ദിവസവും 10 മിനിറ്റ് വീതം നീ വായിക്കണം. പറ്റുമോ? You are watching VCV News.